ഒരു കപ്പളങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് ചെത്തിയെടുക്കട്ടെ. നല്ല പഴുത്തിട്ടുള്ള കപ്പളങ്ങയാണ്. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ ചേച്ചിയുടെ വീടാണ് കേട്ടോ. ഇവിടെ വരുമ്പോഴേക്കും ഇങ്ങനെ കപ്പളങ്ങയൊക്കെ പഴുത്ത് നിൽക്കും. അപ്പോൾ അതൊക്കെ എടുക്കും. അതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇവിടെ വലുതായിട്ട് ആരും കഴിക്കത്തൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ അവിടെ കപ്പളങ്ങ ഉണ്ടായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞു പോയി. കഴിഞ്ഞത് കാരണം ഇപ്പം ചെറുതായിട്ടൊക്കെ പിടിച്ചു വരുന്ന ചെറിയ തൈകളേ ഉള്ളൂ, കപ്പളങ്ങ ഇല്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നത് റെഡ് ലേഡി പപ്പായയാണ്. ഇതിപ്പോൾ നാടനാണ് കേട്ടോ. നല്ല സൈസിൽ നല്ല പഴുത്ത് നല്ല പാകത്തിനിരിക്കുവാണ്. ഇനി ഇത് കട്ട് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. ഞാൻ പകുതിയൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിറയെ സീഡുകളായിട്ട്. നാടൻ പപ്പായയിൽ ഇങ്ങനെയാണല്ലോ, നിറയെ വിത്തുകൾ കാണും. റെഡ് ലേഡി ഞങ്ങളുടെ അവിടെ നിന്നതിൽ വലിയ വിത്തുകളൊന്നുമില്ല കേട്ടോ, അത് കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം പഴുത്തു പോയി കേട്ടോ. ഭയങ്കരമായിട്ട് പഴുത്തത് നമുക്ക് കഴിക്കാൻ ഇച്ചിരി മടിയായിരിക്കും. പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല. ചില സ്ഥലത്ത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, ചില സ്ഥലം പഴുപ്പ് കുറവാണ് കേട്ടോ. പിന്നെ ഇതൊന്ന് കഴിച്ച് നോക്കാം. നല്ല മധുരമായിരിക്കും. നാടൻ പപ്പായ എപ്പോഴും ഞാൻ കഴിക്കുന്നതാണ് ഇവിടുന്ന്. നല്ല മധുരം, എപ്പോഴത്തെയും പോലെ നല്ല മധുരം.